ഹായ് ഹലോ. ഈ ക്യാമറയും തൂക്കി ഈ നട്ടുച്ച വെയിലത്ത് ഞാൻ എവിടെയാണെന്നല്ലേ നിങ്ങളൊക്കെ ചിന്തിക്കുന്നത്? പറയാം. ഞാനിപ്പോൾ ഉള്ളത് ഇസ്രായേലിലുള്ള മൂഷാവ് എന്ന് പറയുന്ന സ്ഥലത്താട്ടോ. മൂഷാവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ ഈ ഗ്രാമപ്രദേശമൊക്കെ ഇല്ലേ, കൃഷിയിടങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളാട്ടോ. ഇവിടെ ഏറ്റവും കൂടുതൽ കൃഷിയും പിന്നെ ഫാമുകളൊക്കെയാണ് കേട്ടോ ഉള്ളത്. കുതിര ഫാം, പശു ഫാം, അങ്ങനെ കോഴി ഫാം, അങ്ങനെ ഫാമുകളും കൃഷിയും മാത്രമായിട്ടുള്ളൊരു ഏരിയയാണ്. അതാണ് മൂഷാവ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് മൂഷാവ് കൃഷി സ്ഥലത്ത് മാത്രമല്ല, അവിടെ നമുക്ക് നേഴ്സറിയാണ് കേട്ടോ. നമ്മുടെ നാട്ടിലേക്ക് പോലെ നേഴ്സറി ഉണ്ട്. ഇവിടെ തൈച്ചെടികളെല്ലാം വിൽക്കാനായിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നൊക്കെ മുന്തിരിയുടെ തൈകളാട്ടോ. മുന്തിരി തൈകൾ അവർ തവാരണ ചെയ്ത് നിർത്തിയേക്കുന്നതാണ്. പക്ഷേ ഞാൻ നോക്കിയിട്ട് അത് ഉണങ്ങിയായിരിക്കും നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും തളർത്ത് കയറി വരും എന്ന് തോന്നും. പിന്നെ എൻ്റെ സൈഡിൽ ഈ കാണുന്ന മുഴുവനും ഒലിവ് മരങ്ങളാട്ടോ. ഒലിവ് തോട്ടമുണ്ട്. അപ്പുറത്തെ സൈഡിൽ ഫുള്ള് ഒലിവ് തോട്ടങ്ങളാണ്. അങ്ങേയറ്റത്തേക്ക് നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ കാണാം. അങ്ങേയറ്റം ഫുള്ള് ഒലിവ് തോട്ടങ്ങളാട്ടോ. അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പിന്നെ കണ്ടത് നമ്മുടെ നാട്ടിലെ ചെറിയ നാരങ്ങയില്ലേ, ഇവിടെ ഇസ്രായേലിൽ ഒരുപാട് നാരങ്ങ, വലിയ നാരങ്ങയാണ് ഞാൻ എപ്പോഴും കാണാറുള്ളത്. പക്ഷെ അതിൽ നിന്നൊന്നും വ്യത്യസ്തമായിട്ട് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലെ ചെറുനാരങ്ങ ഇവിടെ ഉണ്ടായിരുന്നു. ഇത് പിന്നെ പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ, നമുക്കെല്ലാം സുപരിചിതമായ കറ്റാർവാഴയാണ്. പിന്നെ ഈ കാണുന്നത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇഞ്ചിയുടെ മഞ്ഞളിൻ്റെ ഫാമിലിയിൽപ്പെട്ട ആരോ ഒരാളാണ് കേട്ടോ. അറിയാവുന്നവർ എന്താണെന്ന് പറഞ്ഞു തരണേ. പിന്നെ ഈ അപ്പച്ചനെ കണ്ടോ? ഈ അപ്പച്ചൻ ആരാന്നറിയോ? ഈ അപ്പച്ചനാണ് ഈ കൃഷിസ്ഥലത്തിൻ്റെ എല്ലാം ഓണർ കേട്ടോ. അപ്പച്ചൻ്റെ കൃഷിസ്ഥലമാണിത്. ഞാനും അപ്പച്ചനും കൂടിയാണ് നടക്കാനായിട്ട് പോയതും ഇതെല്ലാം കണ്ടതും. പിന്നെ അപ്പച്ചൻ എനിക്ക് എല്ലാം പരിചയപ്പെടുത്തി തരുന്നുണ്ടായിരുന്നേ. എൻ്റെ അടുത്ത് പറയായിരുന്നു പൂക്കളൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്, കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും കായ്കളൊക്കെ ആയി തുടങ്ങുമെന്ന്. അങ്ങനെ ഞാനും അപ്പച്ചനും കൃഷിസ്ഥലം എല്ലാം ഒന്ന് പോയി കണ്ടു. എല്ലായിടും ഒന്നും കാണാൻ പറ്റിയില്ലെങ്കിലും കുറച്ച് ഏരിയാസ് മാത്രമായിട്ട് ഞാൻ കണ്ടത്. ഓരോ ദിവസം അങ്ങനെ പോയി കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇന്നത്തെ കൃഷിയിടത്തെ ചുറ്റിക്കറങ്ങലുകളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടാൽ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.